പ്രസംഗിച്ചോ അതോ വിളംബരമായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തു. അതിനു മുമ്പത്തെ ആഴ്ചയും ലാസറിന്റെയും ധനവാന്റെയും ആ സംഭവത്തെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തുയഥൈര സഭയുടെ ആദ്യം തുടങ്ങിയപ്പോൾ 2 ആഴ്ചക്ക് മുമ്പ് വായിച്ചുവെങ്കിലും അതിനെ ആ സഭയെക്കുറിച്ച് ഇന്നാണ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് തുയഥൈര സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം 2:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. താങ്ക് യു. ഓക്കെ. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്ന് അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ആദ്യം മുതൽ നമ്മൾ 7 സഭകളുടെ ആദ്യം മുതലുള്ള പഠിച്ചപ്പോൾ ഓരോ സഭയ്ക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അന്ന് പ്രസ്താവിച്ചായിരുന്നു. ഈ തുയഥൈര സഭയ്ക്ക് പേര് അതിന് കൊടുത്തിരിക്കുന്ന വ്യാജ സഭ എന്നുള്ളതാണ്. അവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ ഈ ചരിത്രവും ഇതിനോട് ബൈബിളുമായിട്ട് താരതമ്യപ്പെടുത്തി സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ചർച്ച് ക്രിസ്തീയ സഭയ്ക്ക് എങ്ങനെയാണ് ഓരോ ആചാരങ്ങൾ കടന്നു വന്നത് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയാണ് ഇതെല്ലാം പണ്ഡിതന്മാര് കണക്കുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന. തുയഥൈര കാലഘട്ടം എന്ന് പറയുന്നത് AD 590 മുതൽ 1517 വരെയുള്ള കാലഘട്ടമാണ്. അത് ഒരു ആവറേജ് കണക്കാണ്. അത് എക്സാക്റ്റ് ഒരു വർഷം ഏകദേശം ആ സമയ പീരീഡിലാണ് ഈ സഭകളിൽ വന്നിട്ടുള്ള ദുരാചാരങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത്. ഇത് പറയുന്നത് സഭയുടെ അന്ധകാര യുഗമെന്നാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്. തുയഥൈര നൽകുന്നത് ഇവിടെ കാണുമ്പം ചെറിയൊരു സഭയാണ്, പട്ടണമാണ്. പക്ഷേ ചെറിയൊരു സഭയാണ്. എന്നിട്ടും ഏറ്റവും ഇപ്പം നിങ്ങൾ ഈ 7 സഭയുടെ വായിച്ചു നോക്കിയാൽ ഇത് ഏറ്റവും നീളമുള്ള ഒരു കത്താണ് എഴുതിയത് ഈ സഭയ്ക്കുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഒരു സൈനിക താവളം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ പെർഗമോസിൽ നിന്നും ഏകദേശം 30 മൈൽ അകലെയാണ് ഈ സ്ഥലം തുയഥൈര എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ അന്നത്തെ ഈ 2000 വർഷത്തിന് മുമ്പുള്ള കാലം വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സഭകളെല്ലാം സർദീസും തുയഥൈരയും സ്മർണയും എല്ലാം 30-40 മൈൽ അകലെയാണ് കിടക്കുന്നത്. ഉദാഹരണം പറയാം, നമ്മളിപ്പം ഊഷനിലാണെങ്കിൽ കോൺട്രോയിൽ പോകുന്നതിൻ്റെ അത്രയും, അല്ലെങ്കിൽ ഊഷനിൽ നിന്ന് കാൽവെസ്റ്റിൽ പോകുന്നതിൻ്റെ അത്രയും അകലം, അല്ലെങ്കിൽ ഡാളസിലാണെങ്കിൽ ഡാളസിൽ നിന്ന് ഫോർട്ട് വർത്തിൽ പോകുന്നതിൻ്റെ അകലം, കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന അകലം, അത്രയും അകലമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് കാറയിലും ഒക്കെ 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ചെല്ലാം. അന്ന് എങ്ങനെയായിരുന്നു? അതൊരു ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഓരോരോ പട്ടണം അതിൻ്റെ അകത്ത് തന്നെ കൊണ്ടാണ് അവിടെ നിലനിന്നിരുന്നത്. അത് പെർഗമോസിൽ നിന്ന് 30 മൈൽ അകലേ ഉള്ളൂ. അപ്പസ്തോലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണുന്ന അത് 14-15 വാക്യങ്ങളിൽ കാണാം.
രക്താംബരം വിൽക്കുന്ന ലൂതിയ എന്ന ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് ഉള്ള സഹോദരിയായിരുന്നത്. റെഡ് കാർപ്പറ്റും ഒക്കെ നല്ല കച്ചവടം ചെയ്താണ് അവിടുത്തെ ജനങ്ങളെല്ലാം വരുമാനം ചെയ്തത്. വലിയ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ഒരു പട്ടണമായിരുന്നത്. ഇവിടെ കർത്താവ് നൽകുന്ന ഒരു ഇൻട്രഡക്ഷൻ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഓരോ സഭയുടെയും, നിങ്ങൾ 7 സഭയുടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ ഒറ്റ ഒരു സഭയുടെ 7 പൊൻനിലവിളക്കുകളുടെ ഇടയിൽ നടക്കുന്നവൻ എന്നാണ് എഫേസോസ് സഭയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഓരോ സഭയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, ഇവിടെ പരിചയപ്പെടുത്ത തുടങ്ങുന്നതിന് 18-ാം വാക്യം ഇപ്പൊ വായിച്ചു തന്നെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളൂട്ടിന് സദൃശ്യമായ കാലുകളുമുള്ള ദൈവപുത്രൻ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഇൻട്രഡക്ഷൻ തന്നെ കൊടുക്കുന്ന അതാണ്. ഈ ദൂത് കോപത്തിന്റെ ഒരു ദൂതാണ്. ഓടെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ബ്രാസ്. ദൈവത്തിന്റെ ഒരാളുടെ ടെലിഫോൺ ഓണാണെന്ന് തോന്നുന്നു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഓട്, ബ്രാസ് ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട, ദൈവപുത്രന് ഇവിടെ എന്ന് പറയുന്നു. അപ്പം മറ്റിടത്തെല്ലാം നോക്കുമ്പം ഈ മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്? ആ ദൈവത്തിന്റെ ആ നിലയിൽ ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. എന്നാൽ അവരുടെ ആ കോപത്തിന്റെ ആ ദുരുപദേശം വന്നതുകൊണ്ട് കർത്താവിന്റെ സഭ, കർത്താവ് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ ആദ്യ നൂറ്റാണ്ടില് വളരെ ലളിതമായിരുന്നു. ലളിതമായിട്ടുള്ള ഒരു സഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹോദരന്മാരുൾപ്പെടെ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു പുരോഹിത വർഗം, രാജകീയ പുരോഹിത വർഗമായിരുന്നു. എന്നാൽ പുരോഹിതനും സാമാന്യ ജനങ്ങളും എന്നുള്ള ഒരു വിഭജനം ഉണ്ടായി. പിന്നെ എല്ലാ കാര്യങ്ങളും ആ നിലയിൽ വന്നു. എന്നാൽ എവിടെ നോക്കിയാലും ഒരു ചെറിയൊരു ഗ്രൂപ്പ് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം അവിടെ യേശുക്രിസ്തു അവരെ പ്രശംസിക്കുകയാണ്, അവിടെ സ്നേഹത്തെയും ത്യാഗത്തെയും. അവിടെ വളരെ പാപം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ആ സഭ തന്നെ മലിമസമായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ വേറെ കൊരിന്ത് ലേഖനം വായിച്ചാൽ മനസ്സിലാക്കും. കൊരിന്ത് ലേഖനം വളരെ ദുഷിച്ച ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ദൈവമക്കളായിട്ട് പോലും അവരുടെ പഴയ സ്വഭാവങ്ങൾ പലതും സഭയിലും കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരുത്തനെ നമ്മൾ കാണുന്നുണ്ട്, കൊരിന്ത് സഭയിൽ അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ കാണാം. അങ്ങനെയുള്ള ആ ലോകത്തിലെ മാലിന്യങ്ങൾ സഭയിലും കൊണ്ടുവന്നു. അതുകൊണ്ട് മലിനപ്പെട്ട സഭയായിരുന്നു കൊരിന്ത് സഭ. അതുപോലെ തന്നെ ഈ സഭയും വളരെ പാപം നിലനിന്നിരുന്ന ഒരു സഭയായിരുന്നു. 20 വായിലുള്ള വാക്യങ്ങൾ നോക്കിയാല് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ആരാധനയിൽ നിന്നും ഉള്ള അവരുടെ വ്യതിയാനം വളരെ ഗൗരവത്തോടെയാണ് യേശുക്രിസ്തു അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ ഇസബേലിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചു. ആ ഇസബേൽ എന്ന് പറഞ്ഞ ആ ഒരു സഭയെ, ദുഷിച്ച ഒരു സഭയെ പ്രതിദാനം ചെയ്യുന്നതാണ് ഇസബേല്. അവളുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ 1 രാജാക്കന്മാര് 16-ാം അധ്യായം മുതൽ വായിച്ചാൽ ഇസബേലിനെ കുറിച്ച് അറിയാം. പഴയ നിയമത്തിലെ ഒരു പ്രസിദ്ധ കഥാപാത്രമാണ്. ഏലിയാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. അഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നു ഈ ഇസബേല്. അവളുടെ പിതാവ് അശേര പുരോഹിതനും അവളുടെ കുടുംബം അതിനെ ആരാധിക്കുന്നവരുമായിരുന്നു. അപ്പം പല ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ബാബിലോണിയ, ഈജിപ്റ്റ്, ഇവിടെ എല്ലാം നോക്കിയാൽ ഇന്ത്യയിലും ഗ്രീസിലും എല്ലാം റോമിലും എല്ലാം വിവിധ പേരുകളുള്ള ഓരോന്നിനും ഓരോ ദൈവന്മാരുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവന് എന്ന് പറയുന്നത്, ബാല്, അശേര, ഇങ്ങനെ പല പല ദേവികളും ഉണ്ടായിരുന്നു. സോ അവള് ഈ ഇസബേൽ എന്ന് പറയും അവളുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കി. ഇസബേലിലെ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഇവൻ വലിയ പ്രവാചകനാണ്. ഏലിയാവ് പോലും അവളെ ഭയപ്പെട്ട് മരിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം അതിനുശേഷം ഈ വളരെ മോശമായ സ്ത്രീകളെ ഇസബേൽ എന്ന് പറയാം. അവളൊരു ഇസബേലാണെന്ന് നിക്കിനെയും വിടും. അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രശസ്തമായ ഒരു സ്ത്രീ ഉണ്ട്. അവളെ ഇസബേൽ എന്ന് പലരും വിളിക്കും. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അങ്ങനെ ഏറ്റവും ദുഷിച്ച ആൾക്കാരെ ഇപ്പം അല്ലെ ഇന്നാര് ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെ ഇസബേൽ എന്ന് പറയുന്നുണ്ട്. ആരാണ് ഇസബേൽ? ആരാണെന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നുണ്ട് ഇസബേൽ അവിടുത്തെ പല രാജാക്കന്മാർ ഭരിച്ചുകൊണ്ട് ഇസബേൽ ഒരു സ്ത്രീയും അന്നത്തെ പോലെ അവിടെ സ്ത്രീയും ഉണ്ടായിരുന്നു, അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. എനിവേ, അതാണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ ഭരണാധികാരികളെല്ലാം ആ ജാതിയുമായിട്ട് ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിച്ചു. വളരെ സഭയും മലിനമായി തീർന്നു. ആ സ്ഥലം ഒരു വാണിജ്യ പട്ടണവുമായിരുന്നു. അവിടെ വലിയ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ മർച്ചന്റ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ സമ്പത്തും ഉണ്ടായിരുന്നുണ്ട്. അവർക്ക് അങ്ങനെ ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ അമേരിക്കയിൽ
ഏകദേശം ഒരു സ്ഥിതി പോലെ. ഇപ്പൊ എല്ലാവർക്കും നല്ല ജോലിയും വീടും കാറും എല്ലാം ഉണ്ട്. ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആർക്ക് ചെറുപ്പത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സഭായോഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിലർക്കൊക്കെ ധാരണ കാണും. അതുപോലെ അവിടെയും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇന്ന് തന്നെയല്ല, പണ്ട് തന്നെ അങ്ങനെയായിരുന്നു. അവരെല്ലാം ഈ വാണിജ്യ ദേവതയെ ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഈ ഓരോത്തിനും ഓരോ ദൈവമാണ്. അപ്പം എല്ലായിടത്തും ഞാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ പേര് വ്യത്യാസം എന്നേ ഉള്ളൂ. ഈ വാണിജ്യ ദേവ ഇന്ത്യയിലും എല്ലാം ഉണ്ട്. ഇന്ത്യയിലെ പിന്നെ വായു ഭഗവാനുണ്ട്, അഗ്നി ഭഗവാനുണ്ട്. പിന്നെ ഈ വായു ഭഗവാന്റെ 2 മക്കളുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പുരാണത്തിലുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിച്ചിട്ടുള്ള, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വായു ഭഗവാന്. ഓ, താങ്ക് യു. ഹനുമാന്റെ അനിയന്റെ പേര് ഓർക്കുന്നുണ്ടോ? പഞ്ചപാണ്ഡവന്മാരിൽ ഭീമന് പിന്നെ ഹനുമാന്റെ അനിയനായിരുന്നു, വായുപുത്രനായിരുന്നു. വെരി ഗുഡ്, യുനോ. അതുപോലെ തന്നെ പിന്നെ ഈ വിദ്യാഭ്യാസത്തിന്റെ ദേവത ആരാ? സരസ്വതി. ധനത്തിന്റെ ലക്ഷ്മി. ഇത് കണ്ടില്ല, ഇതൊന്നും ഇതെല്ലായിടത്തും ഒരേ ഇതിലാ. പേര് ലക്ഷ്മി എന്നാണ് ഉള്ളത്. ഇവിടെയും എല്ലാം വാണിജ്യത്തിന്റെ ഒരു ദേവതയോ, മഴയ്ക്ക് ഒരാളുണ്ടായിരുന്നു, അഗ്നി ഭഗവാന്, ഇങ്ങനെ ഓരോ ഭഗവാന്മാരുണ്ടായിരുന്നു. ഇതാണ് മനുഷ്യരെ ഇൻഫ്ലുവൻസ്. വിശ്വാസികളെ വരെ, നമ്മൾ തന്നെ വിശ്വാസികൾ തന്നെ കേരളത്തിൽ നമുക്ക് വന്നവർക്ക് അറിയാമല്ലോ, 1-ാം തീയതി കയറുന്നതും. പിന്നെ ഈ നമ്മുടെ വിശ്വാസികളുടെ വിവാഹത്തിന് തന്നെ അമേരിക്കയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് രാഹുകാലം. അപ്പൊ അത്ര എങ്ങനെയും ആരെങ്കിലും പറഞ്ഞു നിർത്തുക, പെണ്ണ് ഒരുങ്ങിയില്ല അല്ലെങ്കിൽ ചെറുക്കൻ ഒരുങ്ങിയില്ല. അപ്പോൾ അതില് അവർക്ക് അറിയാവുന്നവരുണ്ട്, രാഹുകാലം കഴിയാൻ അവർ നോക്കിയിരിക്കുക. അതിൽ വേറെ ഇത് പറഞ്ഞ് പലർക്ക് ഇതിലെ ഈ നടത്തുന്ന വീട്ടിലെ പലർക്ക് പറഞ്ഞുകൂടി, ഇതാണ് ഇതിന്റെ കാര്യം, ആരെങ്കിലും രാഹുകാലം കഴിയാൻ. ഇപ്പം വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ നമ്മുടെ അവിടെയും ഒരു ഇത് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സഭയില് ഇങ്ങനെയുള്ള വളരെ മലിനതയുണ്ടായിരുന്നു. ദൈവത്തിന്റെ സത്യപ്രവാചിയെ പോലെ തന്നെ സംസാരിച്ച് കർത്താവിന്റെ വചനത്തെ കൂട്ടിക്കളഞ്ഞു. ഇപ്പൊ തന്നെ നമ്മൾ TV നോക്കിയാൽ മതി, ദൈവത്തിന്റെ പ്രവാചിക എന്ന് പറഞ്ഞ പ്രവചനങ്ങൾ നടത്തുന്നു. എന്തെല്ലാം അങ്ങോട്ട് നിങ്ങൾ പൈസ അയച്ചു തരണം, ഇത് നിങ്ങൾ $100 അയച്ചു തന്നാൽ $1000 നിങ്ങൾക്ക് 2 ആഴ്ചക്കകം കിട്ടും, ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ശലോം പറഞ്ഞ ലോകത്തിൽ പുതുതായിട്ടൊന്നുമില്ല ആകാശത്തിന് കീഴിൽ. എല്ലാം പണ്ട് നടന്നിട്ടുള്ളത് ഇപ്പോഴും അതുപോലെ നടക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കാലയളവിലാണ് പൗരോഹിത്യം വന്നത്. പൗരോഹിത്യത്തിന് വരുമ്പോ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഏത് ഭാഷയിലാണ് അവിടെ ആരാധന നടക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കല്യാണം കഴിക്കുമ്പോഴും അവിടെ ചൊല്ലുന്ന എല്ലാം അവരുടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഏത് ഭാഷയിലാണ്? സംസ്കൃതം. താങ്ക് യു. സംസ്കൃതത്തില. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അവിടെ തന്നെ അറിയാം, സാധാരണക്കാരനും ആൾക്കാർ ഈ പഠിച്ച സംസ്കൃത പുരോഹിതന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതിനെ കേരളത്തിൽ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. മലയാളത്തില് പിന്നെ മറ്റേ കത്തോലിക്ക സഭയിൽ ആറ്റിനും യാക്കോബ സഭയില് പിന്നെ സിറിയനും ഒക്കെ ആയിരുന്നു. ഇപ്പം മലയാളമായെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നോക്കിയാൽ അറബിക്ക് ഭാഷയിലാണ് ഇതെല്ലാം. അത് ചെയ്തതിലേ ശരിയാകുമെന്നാ പറയുന്നത്, പ്രാർത്ഥിച്ചതിലേ ശരിയാവൂ. അപ്പം ഈ പൗരോഹിത്യം അവരുടെ ഇത് ഞങ്ങൾക്ക് മാത്രം പറയാം, നിങ്ങൾക്ക് വേദോത്സവം വായിച്ചാൽ മനസ്സിലാകുകയില്ല, ഞങ്ങൾ പറഞ്ഞു തരാം എന്തുവാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും പുതിയനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അവർ പറയുമ്പോൾ ഇത് വലിയ ദൈവത്തിന്റെ കാര്യമാണെന്ന് ഓർത്ത് അവർ വിശ്വസിക്കും. അല്ലെങ്കിൽ എത്ര പേർക്ക് സാധാരണകൾക്ക് സ്തോമൻ കാലോസ്, കുറിയാലോസോ എന്നൊക്കെ പറയാൻ എത്ര പേർക്ക് അറിയാം മലയാളത്തില്. അപ്പൊ ഗ്രീസിലും ഒക്കെ പറയുമ്പോൾ എന്ന് പറയുന്നതുപോലെ ഈ ഓരോ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നെ മുന്നോക്കമുള്ളവരും നല്ല ഫാമിലി പ്രഭുക്കളും അവരൊക്കെ ഓരോ കാര്യങ്ങളുടെ സഭയെ സ്ഥാപിച്ചു. പൗരോഹിത്യം പുരോഹിതന്മാരാണ് എല്ലാം നടത്തുന്നത്, നിങ്ങൾ വന്ന് കേൾക്കുക. പിന്നെ അതുപോലെ വിഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ഐക്കാണ് എന്ന് പറയും. ഈ കാലഘട്ടത്തിലാണ് ഇതെല്ലാം കടന്നു വന്നത്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ദിവസം വായിക്കാറുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവസാനം വന്ന് നമ്മള് 1950 കന്യാമറിയ പിന്നെ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടത്. പിന്നെ ആഡ് ചെയ്ത് അതെല്ലാം 64 പേരെ ഓരോ സമയത്ത് ഓരോരുത്തർ അവരുടെ സൗകര്യപ്രകാരം ഇത് വായിച്ച് ആഡ് ചെയ്തിട്ട്, അല്ലെ വേദോത്സവത്തിൽ ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന സഭയെ, യേശുക്രിസ്തുവിന്റെ സഭയെ സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത്. അത് എപ്പോഴും സഭയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെയും വെളിപാട് പുസ്തകത്തിൽ വരുമ്പം ഈ ഫോൾസ് ചർച്ചിനെ, തെറ്റായ സഭയും പിന്നെ സ്ത്രീയായിട്ടാണ്, മഹദിയാം ബാബിലോൺ, അങ്ങനെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്.
അപ്പൊ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഒരു ന്യൂനപക്ഷം എന്നാല് അവരെപ്പോഴും അതെല്ലായിടത്തും ഉണ്ട്, ഇന്നും ഉണ്ട്. ഒരു ന്യൂനപക്ഷം എപ്പോഴും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവര് എത്ര പീഡ വന്നാലും എത്ര പട്ടിണി വന്നാലും അവരുടെ വിശ്വാസം മാറാതെ. ഓർക്കുന്നുണ്ടായിരിക്കില്ല, 5-8 വർഷത്തിന് മുമ്പ് അവിടെ മിഡിൽ ഈസ്റ്റിൽ ഐസിസ് ഒക്കെ വളരെ ഈ 2013-14-15 ഇതായിട്ട് അവിടെ ഈ കടൽപ്പുറത്ത് ക്രിസ്ത്യാനികളെ ലൈനായിട്ട് നിർത്തി അവിടെ ഓറഞ്ച് ഡ്രസ് ധരിപ്പിച്ചിട്ട് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം തെക്കണമെന്ന് പറഞ്ഞു. 5-8 കൊല്ലത്തിനുള്ള സംഗതിയാ, തേച്ചില്ല. അവര് വീഡിയോ എടുത്തു, ലോകം മുഴുവൻ കാണിച്ചു. ഞാനൊന്നും വീഡിയോ കണ്ടതാ, കണ്ടാലേ നമുക്ക് സാധിക്കില്ല. ശിരച്ഛേദം ചെയ്തു അവരെ എല്ലാവരും ലൈനായിട്ട് നിർത്തി. അതിപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാലത്ത് തന്നെ അങ്ങനെ മരണത്തെ ഭയമില്ലാതെ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാക്കാൻ ഇന്നുമുണ്ട്. ഒരു റെമനന്റ് പക്ഷേ എപ്പോഴും എന്നും കാണും. യഥാർത്ഥത്തിൽ സഭയുടെ ത്രിതര കാലഘട്ടത്തിന്റെ വികാസനം അതെങ്ങനെയാണ് ഇത് അധപ്പതിച്ചത്? വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ സിംപ്ലിസിറ്റി, കർത്താവായ യേശുവിനെ വന്ന് ആരാധിക്കുന്നത്, പിന്നെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ ഞായറാഴ്ച കൂടുമ്പോൾ അവിടെ വളരെ സിമ്പിളാണ്. അവള് നമുക്ക് മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു മധ്യസ്ഥനില്ല. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ പിതാവായ ദൈവം കേൾക്കും. നമ്മുടെ ഹൃദയം ശുദ്ധി ഉണ്ടെങ്കിൽ, നമ്മൾ ശരിയായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ആളിന് മധ്യസ്ഥന്റെ ആവശ്യമില്ല, ഒരു പരിശുദ്ധൻ, ഒരു പുണ്യവാളന്റെ ആവശ്യമില്ല, യേശുക്രിസ്തുവിന്റെ അമ്മയുടെ ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. അതാണ് സിമ്പിൾ ഗോസ്പൽ എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ ആരാധന. ഈ വചനമെല്ലാം ചിലർ പറയും ഹിന്ദുമതം ആർക്കും മനസ്സിലാക്കി ഭയങ്കര ഫിലോസഫിയാണ്. അപ്പൊ ചെറിയാൻ സാർ ഒരിക്കൽ വന്നപ്പം പ്രസംഗിച്ചപ്പം പുള്ളി ഒരു കഥ പറഞ്ഞു. ചെറിയാൻ സാർ നീളം കുറഞ്ഞാണല്ലോ. മധുരയില് പട്ടണത്തിൽ പുള്ളി എങ്ങാണ്ട് പോയി ചെന്ന് വലിയൊരു ആൾക്കൂട്ടത്തില് അവിടെ നിൽക്കുമ്പം അവിടെ ഒരു നടുക്ക് ഒരു സന്യാസി നിന്ന് സംസ്കൃത ഹിന്ദുമതത്തെ കുറിച്ച് വിവരിക്കും. ഒത്തിരി പുസ്തകങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ സാറിങ്ങനെ എത്തി നോക്കി നിന്നപ്പോ ഒരുത്തം പറയാ, ഈ പറയുന്ന ആർക്കും മനസ്സിലാകില്ല, വളരെ ഗഹനമായിട്ടുള്ള വലിയ കാര്യങ്ങളാ പറയുന്നത്, ഈ പറയുന്ന ആളിന് പോലും മനസ്സിലാകില്ല. ഇപ്പൊ പ്രസംഗിക്കുന്ന ആള് അതെന്റെ തമാശ ഓർത്തോണം. അപ്പൊ ചെറിയ സാർ ഓർത്തു, അപ്പൊ എന്നാ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, പൈസ ഇത് ധനികനെന്നില്ല, ദരിദ്രനെന്നില്ല, യാതൊരു സ്ത്രീ എന്നില്ല, പുരുഷനില്ല. നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിലും നമുക്ക് മനസ്സിലാകാൻ എല്ലാവർക്കും മനസ്സിലായ സിമ്പിൾ സുവിശേഷം ഏറ്റവും നിർമ്മലമാണ്. അതിന് ഇത്രയേ ഉള്ളൂ. സ്വർഗത്തിൽ ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, എനിക്ക് പകരമായിട്ട് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലിരിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ വിശ്വാസിയാകുന്നത് എന്റെ മാനദണ്ഡം. അതിന് എനിക്ക് PhD വേണമെന്നില്ല, ഹൈസ്കൂളിൽ പോകണമെന്നില്ല. ഇത് മനസ്സിലാകാൻ വളരെ സിമ്പിൾ സുവിശേഷമാണ്. സംസ്കൃതത്തിന്റെ ആവശ്യമില്ല, ലത്തീന്റെ ആവശ്യമില്ല, എബ്രായ ഭാഷയുടെ ആവശ്യമില്ല. എന്നാൽ യേശുക്രിസ്തു അവൻ തിരിച്ചു വരുന്നു നമ്മളെ ചേർക്കാൻ, നമ്മൾ യേശുക്രിസ്തുവിടെ ആയിരിക്കും എന്നുള്ള ഒരു പ്രത്യാശ. ഇതാണ് സിമ്പിൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനിറ്റിയെ വളരെ വലിയ റിച്വൽ എല്ലാം കൂടെ ഈ ത്രിതര പീരീഡിൽ ഇൻട്രൊഡ്യൂസ് 1590 മുതൽ 1517 വരെ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പ് ഇതെല്ലാം കൈവശമാക്കി അവർ മേലാളന്മാരായി രണ്ടായിട്ട് തരംതിരിച്ചു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ കോപിഷ്ഠനായിട്ട് ത്രിതൈര സഭ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസബേൽ എന്ന് വിളിച്ചത് മൂലം ഇത് വ്യാജ സഭയായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ സഭയെ അങ്ങനെ വിശ്വസിക്കില്ല. അപ്പം റോമൻ കത്തോലിക്ക സഭ ലോകം മുഴുവനും ആയിട്ടുള്ള അധികാരവും ആചാരങ്ങളും ഈ സമയങ്ങളിലാണ് ഈ റോമൻ കത്തോലിക്ക ചർച്ചിലൊക്കെ വന്നത്. അപ്പോൾ വചനത്തെ ഇങ്ങനെ കൂട്ടിക്കളഞ്ഞത് കൊണ്ടാണ് യേശുക്രിസ്തുവിന് ഇത് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഈ AD 100 ആകുന്നതിന് മുമ്പായത് കൊടുത്താൽ ഭാവിയിൽ വരുന്നത് യേശുക്രിസ്തുവിന് കാലമില്ല. പിന്നെ ആദിമധ്യാന്ത വിഹീനനാണ് കർത്താവായ യേശുക്രിസ്തു. ആദ്യമില്ല, മധ്യവുമില്ല, അന്തവുമില്ല കർത്താവായ യേശുക്രിസ്തുവിന്. അതുകൊണ്ട് AD 100 മുമ്പ് ഭാവിയിൽ ഇപ്പോഴും നടക്കുന്ന സംഗതി യേശുക്രിസ്തുവിനെ കാലത്തിന് അതീതനാണ്, അതിന്റെ ഉയരത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നടക്കുന്ന കാര്യം യേശുക്രിസ്തു അവിടെ യോഹന്നാനോട് പറഞ്ഞു ഇങ്ങനെ വരുമെന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. ന്യൂനപക്ഷം മാത്രം കർത്താവിനോട് വിശ്വസ്ത പാലിച്ചു. അതുകൊണ്ട് അവർക്ക് അവിടെ അവസാനം വായിച്ച എന്താ, നിങ്ങൾക്ക് ഉദയനക്ഷത്രം വരുന്നതിന് മുമ്പ് വായിച്ച ഒരു ലാസ്റ്റ് വായിച്ച ഒന്ന് വായിച്ചേരെ. ഇത്
ഇരുപത്തിനാല് മുതൽ വായിക്കട്ടെ. ഓക്കെ. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്ന പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. 26. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു. നിങ്ങൾ ഈ ഓരോ സഭയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ യേശു ക്രിസ്തു ജയിക്കുന്നവന് ഓരോരുത്തർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ജയിക്കുന്നവനാരാ? നമ്മളെല്ലാവരും ജയിച്ചവരാണ്. എന്നാൽ ആ ജയിച്ചവരിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35 മാർക്ക് വാങ്ങിച്ചവരുണ്ട്, 80 വാങ്ങിച്ചവരുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രതിഫലത്തിൽ വ്യത്യാസം വരും. ഇവിടെ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ. പിതാവ് എന്തോ യേശുക്രിസ്തു കൊടുത്തത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് എന്തോ പ്രസ്താവിച്ചത്? സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പുതിയ ഭൂമി ഉണ്ടാക്കിയിട്ട് അവിടെ ഭരിക്കുന്നത് മുഴുവന് യേശുക്രിസ്തുവായിരിക്കും. ഭൂമിയുടെ രാജാവായിരിക്കും. 1000 ആണ്ട് വാഴ്ചയിലും ഭൂമിയുടെ രാജാവായിരിക്കും യേശുക്രിസ്തു. എന്നാൽ അവൻ ഇരുമ്പോൾ അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. എൻ്റെ പിതാവ് എനിക്കെന്നപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അത് നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജാതികളുടെ മേൽ ആർക്കാണ്? നമുക്ക് അധികാരം. യേശുക്രിസ്തു നമ്മളെല്ലാം അവിടെ അവിടെ രാജാക്കന്മാരായിട്ട് ഭരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞാനൊരു പഞ്ചായത്ത് ഇലക്ഷന് പോലും വോട്ട് പോലും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഞാൻ ഭരിക്കുന്നത്? എനിക്ക് ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരം യേശുക്രിസ്തുവിനെ പോലെ ദൂതന്മാരെ പോലെ ആയി തീരുമ്പം നമ്മൾ അന്ന് ഏറ്റവും അറിവുള്ളവരും പ്രാപ്തിയുള്ളവരുമായിരിക്കും. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ അവിടെ നമ്മുടെ എന്ന് പറയാൻ നമ്മളും ഭരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജയിക്കുന്നവന് അവൻ കുശവന്റെ പാത്രങ്ങൾ നുറുങ്ങിപ്പോവും. ഞാൻ അവന് ഉദയനക്ഷത്രം പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. ഉദയനക്ഷത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഇതാണ് ആത്മാക്കളുടെ സഭയോട് പറയുന്നവെന്ന് പറയുന്നത്. അപ്പം സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ നിലയിൽ ജീവിച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിനെ പോലെ നമ്മളും രാജാക്കന്മാരായിട്ട് വാഴാൻ പോവുകയാണ്. 1000 ആണ്ട് വാഴ്ചയിലും പുതിയ ഭൂമിയിലും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇവിടെ നമ്മുടെ ഈ സാധനങ്ങളും നമ്മുടെ താഴ്ചകളും രോഗങ്ങളും ഒന്നും പ്രശ്നമല്ല. ആ പ്രത്യാശയാണ് വന്നിരിക്കുക. എന്നാൽ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ പ്രമുഖർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ TV കാണുമ്പം അവർ ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വാങ്ങാൻ, പ്ലെയിൻ വാങ്ങാൻ, ഇങ്ങനെയുള്ള ഉണ്ട്. അവരാണ് അതുകൊണ്ടാണ് ചില പ്രവചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് നിസ്വാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, അവനെ ആരാധിക്കുക, നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നമുക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലത്തിൽ അന്ന് നമ്മൾ അനിന്ദരായിട്ട് വെളിപ്പെടുവാനായിട്ട് നമുക്ക് ആ പ്രതിഫലം കിട്ടുവാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാല് ഈ വരുന്നതിന്റെ പിന്നത്തെ ആഴ്ച അടുത്ത സഭയെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയുമാണ് എനിക്കിപ്പോൾ ഈ സഭയെക്കുറിച്ച് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ഫ്യൂ മിനിറ്റ്സേ ഉള്ളൂ, എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ സമയമുണ്ടല്ലോ. ഓക്കെ, എന്നാ ഞാൻ അറിയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. God bless you all. Okay, thank you. Okay.